ഇതൊക്കെ സ്പീഡ് ഉണ്ടായിട്ട് കുറെ കാലമായാലും ഇതൊക്കെ ഉപയോഗിക്കണ്ടേ വല്ലപ്പോഴും. പാലം അങ്ങനെ അപ്പൊ എല്ലാം കൊണ്ടുവരും. 4-1 ഇവിടെ വെടിയേക്കണമായിരിക്കും, അവിടെ കഴിക്കണം ഇവിടെ കഴിക്കണം എന്ന് പറഞ്ഞ എല്ലാം മാറ്റും. അപ്പൊ ഇത് പാലം ഇതൊക്കെ അപ്പൊ അടുത്ത എന്തെങ്കിലും സാധനം കൊണ്ടുവരുമ്പോ അപ്പൊ സിറ്റിയിലുള്ള എല്ലാവർക്കും ഓരോ ഗ്രാഫിക്സ് കാർഡ് കൂടെ കൊടുക്കണേ. നിന്റെ തന്തയുടെ കയ്യിലല്ലോ എന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ ചോദിക്കണം ചിലപ്പോ, മനസ്സിലായില്ലേ? നമ്മളങ്ങനെ പറഞ്ഞിട്ട് വലിയ പ്രശ്നമൊക്കെ ആവും ചിലപ്പോ. കുറച്ച് സ്പീഡ് ഓവർ സ്പീഡ് ആണ് അവിടെ. ക്യാമറ ഉണ്ട്. നിക വാലന്റൈൻസ് ഡേ ആയിട്ട് ഗേൾഫ്രണ്ട്സിനെ ഒന്നും കാണാൻ പോയില്ല അണ്ണ? നമ്മളെ ഓറ കളഞ്ഞിട്ടില്ല അണ്ണ. 1000 ഓറയാണ് ഇപ്പോഴും. രാവിലെ വെടിയടിക്കാൻ പോയി, എന്നിട്ട് തിരിച്ചു വന്നു അതുപോലെ. അപ്പൊ ചന്ദ്രനൊന്നും ഓറയില്ലെന്നാണ് നീ പറഞ്ഞു വരുന്നത്? പെണ്ണ് കിട്ടിയോ? ഇല്ലണ്ണ, അത് ആ ഒരു സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അതൊക്കെ നടക്കൂലുണ്ട്. അപ്പൊ ഞാനങ്ങനെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഓറ ഓണി പോട്ടെ അണ്ണ. ഇപ്പൊ നമ്മളായിട്ട് ഓറൊക്കെ കളയില്ലണ്ണ. നമ്മളായിട്ട് ഒരിക്കലും ഓറ ആവൂല. അല്ല, കഴിഞ്ഞ ദിവസം മറ്റേ മിസ്റ്റർ എക്സിന്റെ സ്ഥാനത്തിൽ പോയി ഞാൻ നിന്റെ അന്ന് ഓറ പോയില്ലായിരുന്നു നിന്റെ കുറച്ച് അണ്ണ? അത് തിരിച്ചു കിട്ടിയായിരുന്നാ? ചന്ദ്രൻ അണ്ണ എനിക്ക് ഇതിനൊരു ബന്ധമില്ല സത്യമായിട്ട്. എടാ ഇതൊന്നും കേൾക്കാൻ വയ്യാത്തോണ്ടാ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? ഇപ്പൊ നിനക്ക് മനസ്സിലായോ? മനസ്സിലായി. എനിക്ക് വലിയ താല്പര്യമില്ല. ഞാൻ ഏറ്റോളാം 100 വട്ടം ഞാൻ പറഞ്ഞല്ലോ. അണ്ണ മിണ്ടല്ലേ അതൊക്കെ ചുമ്മാ പറയുന്നത്. ചന്ദ്രൻ അണ്ണ ഇച്ചിരി പോലീസ് കുഴപ്പമില്ല. 2 EMS ഉണ്ട് ഇവിടെ. മനഃപൂർവ്വം അടിച്ചേതാ ബ്രോ, ടിക്കറ്റ് അടിക്കണ്ട. എന്തിനാ അവനെ കാണുന്നില്ല എന്റെ എവിടെ? അത് ബോട്ടാ. ഇത് ഇവളെ അവൻ ടിക്കറ്റ് വിളിക്കാൻ പോയിട്ടോ. ദേ കിടക്കുന്നു. അല്ല സഹോദര, ഞാൻ അറിയാതെ തട്ടിയതാണേ. ബ്രോ അറിയണ്ടല്ലോ മനഃപൂർവ്വം. ഞാൻ കണ്ടില്ല, ഞാൻ പെട്ടെന്ന് വളഞ്ഞു വന്നപ്പോഴേ വാലന്റൈൻസ് ഡേ അല്ലായിരുന്നു, കാമുകയെ കാണാൻ പോകുന്നതിന് തിരക്കിനകത്ത് അറിയാതെ തട്ടിപ്പോയതാ. ഹലോ ബ്രോ. ഹലോ, പേരെന്താ? സംസാരിക്കണം. ഹലോ, സംസാരിക്കുന്നത്? ഇവനാണോ സംസാരിക്കണേ? ഹലോ, ശവമൊന്നുമല്ല, ഇവനാ സംസാരിക്കുന്നത്. ഇവൻ ഞാനേ അവനെ കണ്ടു പെട്ടെന്ന് വാസന ധരിച്ചോ. നോക്കണം അവന്റെ മുഖം. ഹലോ, കേക്കാവോ? കേക്കാം. അത് എനിക്ക് മനസ്സിലാവണ്ടേ. അതാരാ പറഞ്ഞേ? അപ്പൊ എന്താ കാണിച്ചേരാന്ന് പറഞ്ഞേ? അവന് വീണ്ടും വണ്ടി കയറ്റി കൊന്നവരോ? ഹലോ സഹോദരൻ, ഇങ്ങോട്ട് വാ. സമ്പർക്കം ഇല്ല സീലടാ, സമ്പർക്കം കണ്ടോ? അവനൊഴിച്ച് നാട്ടുകാരെ മൊത്തം പേരും വന്നു. അവനെയല്ലേ ഞാൻ വിളിച്ചത്. എന്താ പറയടാ. എന്തുവാ? ഹലോ പറയടാ. നിങ്ങളെ ടിവിയിലുള്ളതല്ലേ? മനസ്സിലായില്ല എന്താ പറഞ്ഞേ? സംസാരിക്കാൻ മനസ്സിലാവണല്ലോടാ. പറ. സ്ലോട്ട് ഉണ്ടോ? സ്ലോട്ട് ഉണ്ടോ? ആ ചിരിച്ചാരാണ്? മോബി ഒന്നിറങ്ങി ടി വി ഇറങ്ങിട്ട് കേട്ടാ നമുക്ക്. ഹലോ എന്റെ പേര് ആഡം എന്നാണ്. ആഡമേ പറഞ്ഞു.
പ്രസന്ന ഞാൻ ഇപ്പൊ ഒരു സിറ്റിസൺ ആണ്. പണ്ട് AGയുടെ കോ-ലീഡർ ആയിരുന്നു. ഓക്കെ ബ്രോ പറഞ്ഞോ. അപ്പൊ വാസണ്ണനെ ഒന്ന് കണ്ടിട്ട് ഒരു ചെറിയൊരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ വാസണ്ണനെ ഒന്ന് കണ്ട് എപ്പോഴേലും സംസാരിക്കാൻ പറ്റുന്ന കുറച്ച് ദിവസമായി നടക്കുന്നു. ഞാൻ ഇന്നത്തെ പരിപാടി ഉണ്ട്. ഞാൻ വിളിക്കാം. ആഡം ഓക്കെ 784 ഞാൻ നമ്പർ നോക്കി വെച്ചേക്കാം. ഞാൻ ഇന്ന് വിളിക്കാം. ഓക്കെ അണ്ണാ വിളിച്ചാ ബ്രോ ഇവിടെ നമ്മുടെ ഗ്യാങ്ങിൽ ഇപ്പൊ കറന്റ് സ്ലോട്ട് ഫുള്ളാ ബ്രോ. എന്റെ ഹൃദയത്തിൽ ഒരു സ്ലോട്ട് ഉണ്ട്, പോരുന്നോ? വഴിവെട്ടി ഓടിക്കളഞ്ഞവൻ. അപ്പാപ്പൻ എന്ത് ചെയ്യേ? അപ്പാപ്പ എവിടെ? ഈ വണ്ടി ഒന്ന് ഒതുക്കിട്ടെ. ലോക്കല്ലേ? വരി വരിട്ടോ പറഞ്ഞേ. തെണ്ടി പിള്ളേരെ കണക്കാ. എംബോയ് വാസ് റൈറ്റ് എന്ന്. അതെ എടാ നമ്മുടെ എംബോയ് അത് കറക്റ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്ത് കേട്ടാ. അത് എംബോയ് എന്റെ ആളി എന്തൊരു ഇവിടെ ഏതാ ഈ മല? ഒരു മിനിറ്റ്. പാർട്ടിക്കാണെങ്കിൽ ചന്ദ്രൻ അലീനെ പിടിച്ചിട്ടാ അവിടുന്ന്. ചന്ദ്രനോട് പറയാതെ പോയിട്ടാ. ഹലോ, ഇതെന്താ അപ്പാപ്പ? എന്നെ വന്ന് മൂക്കമുടി കൊറ്റിയിടിയുന്നു. പിന്നല്ലേ എന്നെ നേരെ വന്ന് ഒറ്റയടി. തീർത്തില്ല, ആണാവണ്ണൊന്നുമില്ല. തലക്കാണോ എന്താ കിട്ടിയ? പിന്നല്ല ഒന്നങ്ങ് ഇറങ്ങില്ലേ അവളിനി കളിക്കാൻ. അന്ന് എവിടെയാ പോകുന്നേ? അല്ല ഞാൻ നോക്കിയതാ. ഓരോ റൂമിന്റെ താക്കോല കണ്ട. അതെ രണ്ട് കുറ്റിയുള്ളു, എല്ലാം ഒരേ താക്കോല്. ഒരെണ്ണം മിസ്സിംഗ് ആണല്ലോ, രണ്ടെണ്ണം മിസ്സിംഗ് ആണല്ലോ. രണ്ട് റൂമില് ആര് വെടിയടിക്കാൻ കയറിയോ? ഇത് ഇത് നാളെ ഫുള്ള് ബുക്കിംഗ് ആണോ? പറഞ്ഞില്ല. ഇത് വാസമനെ, നമുക്ക് ഈ മുറികളൊന്ന് തപ്പണം. ഈ മുറിക്കകത്ത് വാസമോന് വേണ്ട സംഭവം ഒളിച്ചിരിപ്പുണ്ട്. വാ കണ്ടുപിടിക്കാം. ഈ മുറിക്കകത്തോ? നമുക്ക് പറ്റിയ ഹോട്ടലല്ല. വേണ്ട അണ്ണാ നമ്മളെ സിഗ്മയല്ലേ അണ്ണാ? എന്താ ഇങ്ങനെ? എന്താ ഇവിടെ എവിടെ കൊണ്ടുവന്ന സ്വാമിയെ? ചന്ദ്രൻ പറ്റിയ ഹോട്ടലിട്ടോ ചന്ദ്രൻ. പോണി അപ്പാപ്പൻ. ഇവിടെ കടപ്പ് തുടങ്ങി, ഇവിടെ വഴി കടപ്പ് തുടങ്ങി. ഇത് ഷേക്കല്ലേ? ഈ ചേച്ചിയെ കണ്ടോ? ഈ ചേച്ചി ആ ചേച്ചിയൊക്കെ പറ. കണ്ണു വെച്ച് ഗേൾഫ്രണ്ട് ഹാസ് ബീൻ സ്പോൺഡ്. അണ്ണന്റെ അടുത്ത് നിൽക്കുന്നത്.
എടാ നീ ഒന്ന് പോയടാ 24 മണിക്കൂർ എന്റെ സാമാനത്തിൽ തൂങ്ങി തൂങ്ങി നിക്ക് അവന്റെ എടാ നീ ഒന്ന് പോയടാ 24 മണിക്കൂർ എന്റെ സാമാനത്തിൽ തൂങ്ങി തൂങ്ങി നിക്ക് അവന്റെ വാലന്റൈൻസ് ഡേക്ക് പോലും എന്നെ വെറുതെ വിടത്തിൽ കുട്ടി അകത്തോട്ട് കയറാൻ ചെറിയൊരു വിസമ്മതം കാണിക്കുന്നുണ്ട്. റൂമില് വരൂലല്ലേ? വാസുമനെ വണ്ടിയിലൊക്കെ കയറും. വാസുമനെ ആ കുട്ടിയെ നോക്കിയിട്ട് വാസുമന്റെ മനസ്സിന്റെ അകത്തുള്ള സങ്കല്പം ഉണ്ടല്ലോ, ഇത്ര മുടി വേണം, ഉള്ള കുട്ടിയായിരിക്കണം, അങ്ങനെ ഒന്ന് റെഡിയാക്കിയ കുട്ടീനെ ഒന്ന്. അപ്പുറത്തെ റൂമിൽ ലോയലാണേ ലോയലാണേ ചീത്താക്കളെ കേട്ടില്ല. നല്ല എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ചാമ്പ്യൻ തുടങ്ങട്ടെ. അല്ല എന്റെ പോലെ ചാമ്പ്യൻ തുടങ്ങട്ടെ. ഞാൻ ഭയങ്കര ഫാസ്റ്റ് ആണ്. റെക്കോർഡ് ഇതിന്റെ പേഴ്സണൽ റെക്കോർഡാ ക്ലിയറാണേ. ഇനി അണ്ണ ഇങ്ങോട്ടാ പോലും വേണ്ട കുട്ടി. അപ്പനെ കുറച്ചുകൂടെ മാറി മാമയാവാനാണ് കേട്ടാ. പറയരുത്. അപ്പാപ്പ ഇവള് വരുന്നില്ല. ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടാ നമ്മുടെ പ്രസ്റ്റീജ് കോഴത്തിനെ നോക്കുന്നുണ്ടോ അണ്ണാ? നമ്മളെ മറിഞ്ഞിരിക്കാം. കണ്ണു വെച്ചെന്തൊക്കെയാ കാണിക്കുന്നത്? സംഭവിക്കുന്നത് ആരെങ്കിലും പറഞ്ഞു തരുമോ? ഒന്ന് മാറിക്കോടാ നീയൊക്കെ ഒന്ന്. എന്തൊക്കെയാ സംഭവിച്ചത്? ഇത് അനുസരിക്കുന്നില്ലെങ്കില് അകത്ത് നമ്മൾ എടുത്തില്ലേ, അവിടെ പോയി ഇവിടെ പറഞ്ഞു വിട്, എന്നിട്ട് ഒന്നും കൂടെ എടുക്ക്. അപ്പാപ്പ അവള് കുട്ടി എന്താണ് ഡ്രസ്സിൽ ഇവർക്ക് എന്താ? കൊറേ ഡ്രസ്സുണ്ട് കേട്ടോ ഇതിനകത്ത്. അധികം ഡെക്കറേഷൻ ഒന്നും വേണ്ട. കുട്ടി ഞാൻ ഇവിടെ തന്നെ നിൽക്കുക. ഓടല്ലേ, അങ്ങനെ പെട്ടെന്ന് ഓടല്ലേ. ബിസിയാണ് പ്ലീസ് ഒന്ന് മാറി കൊടുക്കണേ. വഴി മാറി കൊടുക്കണേ. ഗേൾഫ്രണ്ടിനോട് കുട്ടിയുടെ പേരെന്താണ്? ഡെല്ലുലു വാ. അണ്ണ വേറൊരു കാര്യം അണ്ണനോട് ചോദിക്കാറുണ്ട്. ഹലോ ഹലോ ബ്രോ. ഹലോ ബ്രോ ഒന്നിങ്ങോട്ട് വരും, ഒരു അർജന്റ് കാര്യം പറയാനുണ്ട്. ഒന്നിങ്ങോട്ട് വരാ. വേറെ ആരും വരരുതേ. വാ വാ. വേറെ ആരും വരലടാ. ഒരു മിനിറ്റ്. ബ്രോ എന്റെ കൂട്ടത്തിലുള്ള ഒരാള് അവിടെ ദേഷ്യം മാറി നിൽക്കുന്നുണ്ട്. അങ്ങോട്ട് നോക്കൂ കണ്ടാ. അപ്പോൾ ഞങ്ങളിങ്ങനെ ആൾക്കാരെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഒരാൾ ആർക്കെ ബ്രോനെ ആർക്കെങ്കിലും പൊക്കാനുണ്ടോ? മീൻസ് അയാളുടെ ശരിക്കുള്ള സ്വഭാവം ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ആരെങ്കിലും പൊക്കാണ്ടോ? നമ്മൾ പൊക്കിത്തരാം.
കൂട്ടത്തില് ഈ പെണ്ണിനെ കണ്ട ഗുണം മാറുന്ന എനിക്ക് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാരും ഡീസന്റാ. ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം. അവിടെ നിക്കുന്ന അവിടെ സെറ്റ് ആണല്ലോ. എന്താന്ന് വെച്ചാ ബ്രോ, ഞാന് എന്റെ ഗേൾഫ്രണ്ട് പുറത്തുനിന്ന് വന്നാ തായ്ലൻഡിൽ നിന്ന്. പുള്ളിക്കാരുടെ കൂടെ ഇന്ന് ഡേറ്റിന് പോവാന്ന് പറഞ്ഞു പോയി. ഇതാണ് ഗേൾഫ്രണ്ട്. അതെ അതെ അതെ. ഇങ്ങനത്തെ കൊറേ ഗേൾഫ്രണ്ടിനെ ഇപ്പൊ അവിടെ കാണാണ്ട്. ഇതല്ല ഇത് ഡെല്ലുലു. ഇത് ഡെല്ലുലു. ഓക്കെ 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 ഓക്കെ. ഞാൻ ഇപ്പൊ വരാം 2 മിനിറ്റ്. ഓക്കെ 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 ശരി ശരി. ഡെല്ലുലു വരൂ. എനിക്കും വേണം ഒരു ഡെല്ലുലു. എന്നെ വഴിക്ക് വിടണം പ്ലീസ്. എന്നെ ഡിസ്റ്റർബ് ചെയ്യല്ലേ ഇന്നത്തെ ദിവസം. അണ്ണനോട് വേറെ കാര്യം സംസാരിക്കണം. നമ്മുടെ ഒരു കോൾ വിളിച്ചിട്ട് പറഞ്ഞേ, നിങ്ങളൊക്കെ ലീഡറെ തട്ടാനുണ്ടെങ്കിൽ ടി.വി. ഡ്രസ് ഷോപ്പ് കാണാതെ. ആര് പറഞ്ഞു? ഒരുത്ത കോൾ വിളിച്ചിട്ട് പറയുക, നിങ്ങളൊക്കെ ലീഡറെ തട്ടാനുണ്ടെങ്കിൽ ടി.വി. ഡ്രസ് ഷോപ്പ് കാണാതെ. നിങ്ങളൊക്കെ ലീഡറിനെ പിന്നെ അവന്മാരത് ഡ്രസ് ഷോപ്പിൽ നിന്നുണ്ടല്ലോ നമ്മുടെ നട്ടല് പ്രൂവ് ചെയ്തത്. നമ്മുടെ ഭാഷയില് സംസാരിച്ചാൽ എനിക്ക് ആദ്യം എടാ പെണ്ണ പോയി വല്ല റബ്ബർ നട്ടാലും വെച്ച് സാരി നിങ്ങളുടെ കൂട്ടത്തിലുള്ള ചന്ദ്രബോസ് എന്ന് പറഞ്ഞ വ്യക്തി അവിടെ ടെസ്റ്റ് ചെയ്ത് ഹലോ എടാ പെണ്ണ വല്ല റബ്ബർ നട്ടന്റെ എടുത്ത് വെച്ച് നടക്കണ സാരി കാണോ മാനോ ഇല്ലാത്ത മോണ്ണ എടാ പിള്ളേ പോയി എല്ലാം കഴിച്ചോണ്ടിരിക്കണം. നിന്ന് കടിച്ചോ പോടാ പട്ടി പൊടിച്ചിപ്പട്ടി എടാ നാട എടാ പിള്ളേ പോയി രണ്ട് ഫോറിന് എല്ലാം കഴിച്ചോണ്ടിരിക്കണം മോണ്ണെ. എല്ലാരും പറഞ്ഞോ മനസ്സിലെല്ലാം ദേഷ്യം പോടാ മോണ്ണെ. എടാ